കഴിഞ്ഞ ദിവസം വൈറലായ ചില താരങ്ങളുടെ ചിത്രങ്ങൾക്കിടയിൽ പ്രേക്ഷകരെല്ലാവരും കണ്ടുപിടിച്ച ഒരു വാർത്തയായിരുന്നു നടി കാർത്തികയുടെ ഭർത്താവിൻ്റെ ചിത്രം. എല്ലാവരും നടി കാർത്തികയുടെ ഭർത്താവിനെ കണ്ടപ്പോൾ നടൻ നെടുമുടി വേണുവിനെ പോലെ തോന്നുന്നു എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെ പോലെ തോന്നി. ഞങ്ങൾ ഞെട്ടിത്തെറിച്ച് നോക്കിയപ്പോഴാണ് അത് കാർത്തികയുടെ ഭർത്താവെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. പലരും ഇപ്പോൾ ആ അതുല്യ കലാകാരനുമായി തന്നെ സാമ്യപ്പെടുത്തുകയാണ്. എന്നാൽ ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. നടി കാർത്തികയുടെ ഭർത്താവിൻ്റെ പേര് സുനിൽ കുമാർ എന്നാണ്. അദ്ദേഹം ഒരു ഡോക്ടറായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ ജയകുമാർ സുനിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെക്കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം. ഡോക്ടർ എൻ ജയകുമാറിൻ്റെയും ശ്രീമതി ശാന്ത ജയകുമാറിൻ്റെയും മകനായി 1961 ഡിസംബർ 1 ജനിച്ച അദ്ദേഹമാണ്. ലയോള സ്കൂളിലും സെൻറ്റ് ജോസഫ് സ്കൂളിലുമൊക്കെയാണ് അദ്ദേഹം പഠിച്ചത്. തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം. ആശുപത്രിയിൽ അഡ്മിനിസ്ട്രേഷനിൽ MBA ബിരുദാനന്ദ ബിരുദവും നേടിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് കോസ്മോപൊളിറ്റൻ സർജറി വിഭാഗത്തിൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു ഔദ്യോഗിക ജീവിതം തുടങ്ങിയതും ഒക്കെ തന്നെയും. പിന്നീട് നടിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതം പല സ്ഥലങ്ങളിലേക്ക് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നടി കാർത്തികയ്ക്ക് തൻ്റെ ജീവിതം ഇങ്ങനെ സിനിമയിൽ നിൽക്കാൻ പറ്റാതെ പോയത്. വിവാഹത്തിന് ശേഷം നടി വളരെയധികം തന്നെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കുകയായിരുന്നു. വല്ലപ്പോഴും ഇങ്ങനെ ആരുടെയെങ്കിലും വിവാഹങ്ങൾക്കോ അങ്ങനെ മാത്രമാണ് നടിയുടെ ഭർത്താവിനെ എല്ലാവർക്കും കാണാൻ സാധിച്ചത്. നടി ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഒത്തുകൂടുന്ന ചടങ്ങിനൊക്കെ എത്താറുമുണ്ട്. അദ്ദേഹത്തിന് 2 കൺസൾട്ടൻസി സേവനങ്ങൾ സ്വന്തമായുണ്ട്. എലങ്കത്ത് മെഡിക്കൽ സർവീസും ഹെൽത്ത് കെയറും, എഡ്യൂക്കേഷണൽ ആൻഡ് HR കൺസൾട്ടൻറ്റ് എലങ്കത്ത് മെറ്റൂൺ മെഡിക്കൽ ടൂറിസം കൺസൾട്ടൻറ്റും. ലോർഡ്സ് ട്രിവാൻഡ്രം നമ്പർ 168 കൂടാതെ അദ്ദേഹം മാർക്ക് ലോർഡ്സ് ട്രിവാൻഡ്രം നമ്പർ 125, റോയൽ ആർട്ട് ചാപ്റ്റർ ട്രിവാൻഡ്രം 125 എന്നിവയിലും അംഗമാണ്. ലോർഡ് ശബരിദേശത്തിൻ്റെ ട്രസ്റ്റിയും മാർക്ക് ലോർഡ് ശബരിദേശത്തിൻ്റെ സ്ഥാപകനുമാണ് അദ്ദേഹം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം മുതൽക്കൂട്ടായിട്ടുണ്ട്. സേവനമനുഷ്ഠിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോലെ, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം തന്നെ ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളൊരു വ്യക്തി കൂടിയാണ് എന്ന് പറയണം. മംഗലാപുരത്താണ് അദ്ദേഹം പിന്നീട് പഠിച്ചത്. അത് കഴിഞ്ഞ് ബെൽഗാമിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നടി കാർത്തികയുടെ ഭർത്താവ് ഒരു ചില്ലറക്കാരനല്ല, നമ്മൾ കരുതും പോലൊരു വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ പ്രായം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വളരെയധികം ബഹുമാനിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. അത്രയേറെ തന്നെ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി തന്നെയാണ് ഇത് മനസ്സിലാകുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. എന്തായാലും ആദ്യമൊന്ന് ഭയന്നു. നടി കാർത്തികയുടെ ജീവിതത്തിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. താരത്തിൻ്റെ വാർത്തകൾ എല്ലാവരും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നടി തന്നെയാണ് കാർത്തിക എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനുള്ള പ്രീതി തന്നെ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.